എല്ലാവർക്കും ശംശികായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തയുടെ ഭാഗമായി നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ധനവാനെ ലാസറിനെ സംബന്ധിച്ച് ഈശോ പറയുന്ന ഉപമയാണിത്. ഈ ഉപമയിൽ നാം ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ ഈശോ പറഞ്ഞ ഒരു ഉപമയിൽ പോലും ആരുടെയും പേര് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഈ ഉപമയിൽ ലാസർ എന്ന പേര് വളരെ വ്യക്തമായി പറയുന്നു. ലാസർ എന്ന പേരിനർത്ഥം ദൈവം നമ്മുടെ സഹായി എന്നാണ്. എലയാസർ എന്ന എബ്രായ പദത്തിൽ നിന്നാണ് ഈ പേര് ഉത്ഭവിച്ചിരിക്കുന്നത്. ഭൂമിയിൽ ആരുമില്ലാതിരുന്ന ലാസറിന് ദൈവരാജ്യത്തിൽ വലിയ സ്ഥാനം കിട്ടിയ ഒരവസ്ഥ നാം ഇവിടെ കാണുന്നു. എന്നാൽ ധനികനാകട്ടെ ദൈവരാജ്യത്തിൽ തഴയപ്പെട്ടവനായി നാം കാണുന്നു. ഭൂമിയിൽ സമ്പത്ത് സ്ഥാനമാനങ്ങളോ എന്തുണ്ടെങ്കിൽ പോലും ധനവാന് ദൈവരാജ്യത്തിൽ ഒരു വിലയും ഇവിടെ ലഭിക്കുന്നില്ല. ദൈവം ഭൂമിയിലെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ ദൈവരാജ്യത്തിൽ ഒരു പ്രസക്തിയില്ലെന്നുള്ള ഒരു സത്യം ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ധനികനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാം കാണുന്ന രീതിയിലുള്ള സാധാരണമായ ഒരു കുറ്റകൃത്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തതായി കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ഉദാസീനതയാണ് അദ്ദേഹത്തിന് ദൈവത്തിനുമുമ്പിൽ ശിക്ഷ ലഭിച്ചത്. അദ്ദേഹം ചെയ്ത പ്രവർത്തികളെല്ലാം മറിച്ച് അദ്ദേഹം ചെയ്യാതിരുന്ന നന്മയാണ് അദ്ദേഹത്തിന് ശിക്ഷയ്ക്ക് കാരണമായത്. നമ്മുടെ മുൻപിൽ കാണുന്ന പാവപ്പെട്ടവരിലും അവശരിലും ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഈ ധനികന് പറ്റിയ അവസ്ഥ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിനും സംഭവിക്കുക. തൻ്റെ പടിവാതിൽക്ക് കിടന്ന ലാസറിനെ ഒന്ന് നോക്കുവാനോ അവനെ ഒന്ന് അംഗീകരിക്കുവാനോ ആ ധനികന് സാധിച്ചില്ല. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ദൈവ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടത്. ഈ ഭൂമിയിൽ മോശയെയും പ്രവാചകന്മാരെയും നിങ്ങൾ ശ്രവിക്കുമെന്ന് ഈ ഭൂമിയിൽ പറയുന്നത് പ്രധാനമായും ദൈവവചനത്തെയും ദൈവവചനത്തിൻ്റെ ശക്തിയെയും പ്രാധാന്യത്തെയും കുറിച്ചാണ്. ദൈവവചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനും ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും ധർമാനുഷ്ഠാനങ്ങളും ഈ ലോക ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാകാതെ നിത്യതയെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുവാൻ ഈ ഉപമയിലൂടെ പ്രത്യേകമായി നമ്മെ പഠിപ്പിക്കുന്നു. നാം ഇടപെടുന്ന വ്യക്തികളിലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളെയും നാം കണ്ടുമുട്ടുന്ന അവസരത്തിലും ആലംബഹീനരിലുമൊക്കെ ദൈവത്തെ കണ്ടുകൊണ്ട് കരുണയുടെ ഒരു വക്താക്കളാകുകയാണെങ്കിൽ ദൈവരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ നമുക്ക് മുന്നേറാം. അനുതാപത്തിൻ്റെയും ഹൃദയ വിശുദ്ധീകരണത്തിൻ്റെയും ഈ കാലയളവിൽ നമ്മെ തന്നെ വിശദീകരിക്കുവാനും നമ്മളുമായി ഇടപെടുന്ന വ്യക്തികളിലും ദൈവത്തെ കണ്ടുകൊണ്ട് നന്മയുടെ വക്താക്കളായി മാറുവാൻ തിരുവചനം നമ്മെ ശക്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജയ് ക്രൈസ്റ്റ്.